ഒരു മിനിറ്റ്, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. ഓക്കെ, ശരി. പേസ്ട്രി ഓർഡർ ചെയ്യാം. ഡോ, തനിക്കെന്തോ പറ്റിയേ? ഒന്നുമില്ല, ഒരു തലവേന. തലവേന ഇപ്പം തുടങ്ങിയതാണോ? അല്ല, ആ എന്താ അറിയില്ല. വെറുതെ കള്ളം പറയല്ലേ. ഞാൻ പാർക്കിൽ ഇരിക്കുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. കറക്റ്റ് പറഞ്ഞാൽ ലക്കി കല്യാണക്കാര്യം പറഞ്ഞു തൊട്ട് അർണോൾഡിൻ്റെ മുഖം പോകാൻ തുടങ്ങിയതാ. അതാ പൊട്ടിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. താൻ കാര്യം പറയടോ. എടോ, എൻ്റെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത്. എൻ്റെ അച്ഛൻ ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതുവരെ. എൻ്റെ പഠിത്തത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആഗ്രഹത്തിനൊന്നും എൻ്റെ അമ്മ ഇതുവരെ ഒരു തടസ്സവും നിന്നിട്ടില്ല. ഇപ്പം ഞാൻ തുടങ്ങിയ എൻ്റെ ബിസിനസ് പോലും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തുടങ്ങിയാണ്. അതും വീടും പറമ്പൊക്കെ പണയം വെച്ച്. എന്നിട്ടും എൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മക്ക് ലക്കിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എപ്പോൾ വിളിക്കുമ്പോഴും കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ടാണ് ഇവളിങ്ങനെ ധൃതി കൂട്ടുന്നത്. ശരി, ഇപ്പം തൻ്റെ തീരുമാനം എന്താ? കല്യാണം വേണ്ടാന്നാണോ? അല്ല, ലക്കിയാണ് ഒരു ലൈഫ്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ കുറച്ച് ബാധ്യതകളുണ്ട്. സോ കുറച്ച് ടൈം വേണം. എന്നാ പിന്നെ നിനക്കിത് അവളോട് നേരിട്ട് പറഞ്ഞൂടെ? പറയണം, പക്ഷെ തനിക്കറിയാലോ, അവളിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എങ്ങനെയാണ് അവളോട്? എന്തായാലും പറയണ്ടേ? ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഇതിന്ന് ഒഴിവാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ വിചാരിക്കും. പിന്നെ ഞാനങ്ങനെ തനിക്കങ്ങനെ തോന്നൂടി? എൻ്റെ അറിഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഞാൻ എന്ത് ഇതുവല്ലോ അറിയാണ്ട് ജീവിക്കണ ആളാ? ശരിയാ, അമ്മ വന്നപ്പോൾ ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിപ്പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ വരെ മറന്നു. നോക്ക്, നമ്മൾ രണ്ടുപേരും നല്ലോണം സെറ്റിലായിട്ട് മതി നമ്മുടെ കല്യാണം. ഓക്കെ അല്ലേ? ആശ്വാസമായി. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്കെന്തോ കഴിക്കാൻ മൂടില്ല. എന്തുപറ്റി? വിശപ്പില്ല. അല്ല, ബില്ല് ഞാൻ ചെയ്തോളാം. എന്നാ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കോൾ കോഫി. എന്തിനാ രണ്ടും കൂടി എന്റെ പുറകെ തൂങ്ങി നടക്കുന്നത്? സാം പറഞ്ഞ അവന് ഡയലോഗ് കിട്ടിയില്ല. സമയം കൊണ്ടെത്തരാം ഡയലോഗ്. അതല്ലടാ, ഇപ്പം രാവണ ഒരു വെറുതെ ഇരിക്കല്ലേ. അപ്പം ഡയലോഗ് കുറച്ച് നേരത്തെ ഇട്ടിരുന്നെങ്കിൽ മനപ്പാടാക്കായിരുന്നു. അപ്പൊ സീനെ കിടന്ന് വെറുതെ തപ്പണ്ടല്ലോ. എടാ, നിനക്ക് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളൊക്കെ അറിയില്ലേ? എനിക്കറിയാം. അപ്പൊ പക്ഷെ ഇവൻ അറിയാമെന്നറിയാം. അയ്യോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അയ്യോ, ഇപ്പൊ ഇവന്റെ റോഡ് പോയി കാണുമല്ലേ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എടാ, നിനക്ക് ആ ഈ എന്നൊക്കെ പറയാൻ അറിയാലോ? അതറിയാം. ഓക്കെ, അത് മതി. എടാ, നിനക്ക് കാര്യം മനസ്സിലായ? ഇതെന്തോ ഒരു മ്യൂസിക് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. സാധകമൊക്കെ ചെയ്ത് വരായിരുന്നല്ലേ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നീ തിരിഞ്ഞു നോക്കരുത്. പ്രമിത അവീനെ നോക്കണ്ട്. ആണോ? അപ്പൊ അവനോട് പറഞ്ഞാലോ? ഇപ്പൊ പറയണോ? പറയാം. അവി 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 എന്താടാ ഡയലോഗ് തരാടാ? അതല്ല, ആ പ്രമിതയ്ക്ക് നിന്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലേ? സോഫ്റ്റ് അല്ല, ഹാർഡാണ്. കുറച്ച് ഹാർഡാണ്. നിങ്ങളോട് പറഞ്ഞില്ല, സിംറ്റംസ് കാണിച്ചു. പണി പാളിയാ. പാളും. എന്റെ പൊന്നല്ലേ, നിനക്ക് മാത്രം എങ്ങനെയാണ് ഇത് ഇവിടുന്ന് വണ്ടി വിളിച്ചു വരും? മാങ്ങത്തിൽ മനുഷ്യന് ടെൻഷനായല്ല. ദൈവമേ, പണി എടുക്കുന്നിടത്ത് കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഉള്ള കോൺസെൻട്രേഷൻ കൂടി പോകും. നിങ്ങൾ വന്നേ, മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഡയലോഗ് വാ ഇങ്ങോട്ട്. അതാണ് ഡയലോഗ്. അവൻ അക്ഷരമാല അറിയാൻ ചോദിച്ചപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയതാ. നീ എന്നടാ പുല്ലേ പറഞ്ഞ മ്യൂസിക് ബേസ് കഥയാണെന്ന്? എടാ അവിനാശേ, സാമദ്രോഹി. Start sound. Roll, sir. Start camera. Rolling. Action. അവൻ്റെ ഒരു അക്ഷരമാല. അത് മൊത്തം സെറ്റാക്കിയിട്ട് എന്നെ നീ വിളിച്ചാൽ മതി കേട്ടോ. കിടക്കാം. ഇപ്പൊ കഴിഞ്ഞ ഉടനെ കിടക്കാലോ. അതെന്തായാലും നന്നായി. നീ കഴിച്ചോ? ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഡാടാ, എന്റെ കുറുക്കം വിളിക്ക് അത്ര സൗണ്ട് ഒന്നുമില്ല കേട്ടാ. അതെ, 2 ദിവസമായിട്ട് ഞാനിവിടെ ജുറാസിക് പാർക്കിലാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ചുമ്മാ ഡയലോഗ് അടിക്കാണ്ട് പണിയെടുത്തിട്ട് വേഗം കിടന്നുറങ്ങാൻ നോക്ക്. ചേട്ടാ ഫുഡ് കഴിച്ചാ? ഞാൻ ഫുഡ് കഴിച്ചു. കുളിക്കണം.
ആ കുളിക്കും, ഞാൻ പെട്ടെന്ന് എടുക്കട്ടെ. വോയിസാ? എടാ തെണ്ടി അവിനാശേ, അവൻ്റെ ഒരു വ്യത്യസ്ത കഥാപാത്രം. എൻ്റെ സാമോൻ ഇവിടെ ഉറക്കത്ത് കിടന്ന് സോംബി സോംബി എന്ന് പറഞ്ഞ കരയാടാ. ആ പിഞ്ചു കുഞ്ഞിന് വല്ലതും സംഭവിച്ചാണ്ടല്ലോ പന്നി. ഗുഡ് നൈറ്റ്. പോയിക്കിടന്ന് ഉറങ്ങടാ കോഴികളെ. ഗുഡ് നൈറ്റ്. പ്ലേ കൊടുക്കണ അല്ലേ? കൊടുത്തേക്കാം, ഒരു പ്രശ്നമില്ല. നോ, ഇയാളിപ്പോ വന്നു. ചേട്ടാ ചേട്ടാ ചേട്ടൻ, ഈശ്വരാ, എടാ കാശം എണീക്കണോ? എടാ അവിടെ നിന്ന് പ്രാകല്ലടാ. എടാ ഞാൻ വലിയ സംവിധാനമാകുമ്പോ നിങ്ങക്ക് പറയാനുള്ള കഥയല്ലേ ഇത്? ഉറങ്ങേ ഇത്ര നേരത്തെ? എടാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കളിയാ, അല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞു. എടോ കൊന്നാലാ?